இதுக்கு என்ன பேர் சொல்கிறேன்? கோவிலில் ஒழிக்கிறதுக்காண்டி 3 பேர் வந்தாங்க. அவங்க 3 பேரையும் சாமி மேலே இருக்குவா அப்படின்னு கூட்டிகிட்டு போய் அங்கேருந்து தள்ளி விட்டுருச்சு அந்த அம்மா. எப்படி ஏழை போடு. முருங்காக்கா எவ்வளோ? முருங்காக்கா 500 ரூபா. முருங்காக்கா 500 ரூபா. முருங்காக்கா സൂപ്പറാ ഇருக்கு. ഹായ് 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 ആഴ്ചവരിലേക്ക് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വാ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇന്നലെ കിടന്ന പറമ്പിലുണ്ട്. പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം അധികം ആയില്ലല്ലോ. എഴുന്നേറ്റുള്ളൂ. 7:30. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ കിടക്കുവാണ്. ബെഡൊക്കെ അടുക്കി വെക്കാറുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് പോവാന്ന് കരുതി ഞങ്ങൾ. അല്ലേ, ഇനിയിപ്പോൾ അതിനൊക്കെ ഉണ്ടല്ലോ, ഇതിന് കുക്ക് ചെയ്യുക. ആദ്യം നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ പഴയ സിസ്റ്റത്തിലേക്ക് തന്നെ മാറ്റണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അതിലൊക്കെ വെച്ചാൽ നമ്മൾക്ക് സ്വസ്ഥമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ വേണ്ടി പറ്റുള്ളൂ. ടാസ്കില്ലാതെ എന്ത് പണി? എന്ത് പണി? ഓക്കെ, അതങ്ങനെ വെക്കുക. പിന്നെ ഇതാണ് ഇവൻ്റെ, ഇവിടെ ചാരില്ലല്ലോ, അതാണ് ഇവൻ്റെ ചാരി. പിന്നെ കഴിച്ച എന്താ കുക്കുവിനോട് ഞാൻ പോന്നപ്പോൾ പറയൽ തുടങ്ങിയിരിക്കണേ തലണൻ്റെ കേസ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് തലണ ഞാൻ എടുത്തില്ല ഈ പ്രാവശ്യം അങ്ങനെ തുണി തന്നെ എടുത്തു. ഈ പ്രാവശ്യമോ? എല്ലാ പ്രാവശ്യവും അങ്ങനെ പറയലുണ്ട്. തലണ എടുത്തോ ഞാൻ എത്രട്ടം പറയലുണ്ട് അറിയോ. പക്ഷെ ഞാൻ എടുക്കുന്നില്ല. എടുക്കണ്ട ചേച്ചി, ഇത് എടുക്കണ്ട വിചാരിക്കുകയാണ്. അത് എനിക്ക് വേണ്ടാത്തോണ്ടാണ്. എന്താണ് അത് എൻ്റെ ചേട്ടാ, എനിക്ക് വിഷയമല്ല. കാരണം നമ്മള് വീട്ടിൽ നിന്നാണല്ലോ പോരുന്നത്. തലന വേണ്ടെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. എന്നിട്ട് ഇവൻ്റെ പരിപാടി എന്താ അറിയോ? തലണ വേണ്ട. ഇജ്ജ് അങ്ങോട്ട് ചാഞ്ഞിരാണ് ഇതിൻ്റെ അടുത്തേക്ക്. അല്ല, ഇതിപ്പോ ഒരു പ്ലേ ഗ്രൗണ്ടിലുള്ള സ്ഥലം ഉണ്ടല്ലോ. എന്തായാലും ഞാൻ ചാഞ്ഞു തരാം. ഇജ്ജിട്ട് വരുന്നില്ലേ? ഇല്ല, ഞാൻ ചെയ്യുമ്പോ ഇജ്ജ് എന്താ എൻ്റെ മൂക്കൊക്കെ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെയൊക്കെ കേട്ടോ, ശ്വാസങ്ങൾ ഇവിടെയൊക്കെ അതിന് സ്ഥലമുള്ളൂ ഇതില്. പിന്നെ ഓനെ ചായ കുടിച്ചാൽ കുപ്പി ഗ്ലാസ്സിൽ പറഞ്ഞിട്ട് ഓൻ തന്നെ ക്ലാസ് എടുത്തു. അതിൻ്റെ കഥ പറഞ്ഞാ ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ട് ഒരു വളവ് തീർച്ചതാ, ഒരു ബക്കറ്റ് അടക്കം ചാടിപ്പോയി. അതിലാണ് ഗ്ലാസ്സുകൾ. അതിൻ്റെ ഇത് സംഭവം എന്താ വെച്ചാൽ, ഞാൻ എന്താ നിങ്ങൾക്കറിയാലോ, ഞാനവിടെ വണ്ടി വിട്ടായിരിക്കും. ഓൻ ഇവിടെ ഇരിക്കുവാണ്. ഓൻ ഇരിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ പിന്നെ ഓൻ്റെ അണ്ടറിലാണ്. ഇത് ഓൻ്റെ രാജ്യമാണ്. എൻ്റെ രാജ്യം പറഞ്ഞാൽ അതാണ്. ഞാൻ എൻ്റെ രാജ്യത്തിരുന്ന് ഞാൻ അങ്ങോട്ട് പട നയിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇത് ഓൻ്റെ രാജ്യമാണ്, ഓൻ്റെ പടയാളികളാണ്. അപ്പോൾ ഇവിടുത്തെ പടയാളികളെ ശ്രദ്ധിക്കേണ്ട ഓൻ്റെ കടമയാണ്. അത് ഓന് പയച്ചു പോയി. അതോൻ്റെ ബക്കറ്റിലാണ്. ഈ ബക്കറ്റില് നീ ബക്കറ്റ് എങ്ങനെ അറിയില്ല, ഒറ്റ ചെങ്കോല അങ്ങോട്ട് റൂട്ടിക്ക് ക്ലിയർ സൗണ്ട് കാലുമ തട്ടി ഒറ്റ മറിയത് ക്ലിയർ സൗണ്ട് കേട്ടില്ലേ? ആകെപ്പാടെ തെറിച്ചു. കടയിൽ കയറിക്കാൻ നല്ല ഭാഗ്യം. ആ കടക്കാരൻ കുക്കുവിനോട് ആക്കുന്നുള്ളി പൊറുക്കി പോട്ടോ. ഞാൻ ചിരിച്ചാണോ വേണ്ടത്? എന്താ കാട്ടേണ്ട ചില കാരണം എന്താ വെച്ചാൽ അത് റോട്ടിലത്തെ മെയിൻ റോട്ടിലാകുമ്പോൾ സീനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബെഡ് വെക്കും. പിന്നെ അതിന് ശേഷം കുക്കുവിന് ചോറുണ്ടാക്കണം. ചോറുണ്ടാക്കാൻ സിമ്പിളാണ്. ലെവലിൽ തന്നെ വെക്കുക. റെഡി അല്ലേ? പിന്നെ എന്താ ചായക്ക് കടി ഇന്ന് എന്തുണ്ടാക്കുക? ചെറുപയർ ആണ്. അന്ന് റവ ഉണ്ടാക്കാം. റവ ഞങ്ങൾ ഇന്നാളൊന്നും ഉണ്ടാക്കി നോക്കിയില്ല. അത് പോളി. ഇന്നത്തെ റവ ഞാൻ എന്താ നോക്കാം. ഇന്നത്തെ കറി എന്ന് പറയുന്നത് പരിപ്പും തക്കാളി കൊണ്ട് കറി ഉണ്ടാക്കിയല്ലോ. ഓക്കെ, പരിപ്പും തക്കാളിയാണ് പോലെ കഴിച്ചു ഇന്നത്തെ കറി. ഏതായാലും ഓനോരോ കറി ഉണ്ടാക്കുക. പരിപ്പ് കുറെ ഉണ്ടല്ലോ അതില്. ഇത് പരിപ്പിന്റെ ആളാ? അല്ല, ആദ്യമായിട്ട് ഉണ്ടാക്കണം പരിപ്പും തക്കാളി. അടിപൊളിയാക്കണം. എന്തായാലും ഉപ്പും ഇതൊക്കെ ഇട്ടില്ലേ? മറ്റൊരാൾ വയ്ക്കുമ്പോൾ ഭയങ്കര ചൂടാക്കാറ്. ഉപ്പില്ലേ? അടിപൊളിയാണ്. ഇതൊക്കെ എന്താ കൂട്ടുകറി ഒന്നും ഇല്ലല്ലോ, വെറും പരിപ്പും തക്കാളി മാത്രം തിന്നെ. എന്തെങ്ങായി ഇവിടെ ആകെ വെയിലാണ് കഴിച്ചത്. ഞങ്ങളിവിടെ വെയിൽ കൊണ്ടാണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തത്. ഇനി നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള രംഗനാഥ സ്വാമി ടെമ്പിളിലേക്കാണ്. അത് ഇവിടെ കാവേരി നദിക്ക് കരയിലാണുള്ളത്.
നമ്മൾക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം, ക്ഷേത്രം ഒന്ന് കാണണം. തൊഴാൻ വേണ്ടിയൊക്കെ പറ്റുമോ അറിയില്ല, എന്താ ക്ഷേത്രം ഒന്ന് കാണണം. അപ്പോൾ എത്ര നേരമായില്ലേ, എന്നാൽ പിന്നെ പോയി നോക്കല്ലേട്ടോ മോനെ, ഒക്കെ എടുത്തേക്കല്ലേ. ഞങ്ങളിതൊക്കെ ലോഡാക്കി സെറ്റാക്കട്ടെ കേട്ടോ. എന്നെ കണ്ടാലേ എന്നെ കണ്ട വിനായകൻ്റെ ലുക്ക് ഉണ്ട്. ഒരു സായി ട്രക്ക് ട്രാവൽ പറഞ്ഞിട്ട് ഒരു പ്രൊഫൈലിൽ നിന്ന് നമുക്കൊരു കമൻറ്റ് വന്നിരുന്നു. കമന്റോ? അദ്ദേഹം വിനായകൻ്റെ ഡ്രൈവറാണെന്ന് പറഞ്ഞുകൊണ്ട്. വിനായകൻ സാറിൻ്റെ ഒരു കട്ടുണ്ട് കുക്കുവിനെ കാണാൻ. ഓ പൊളി പൊളി. ചെറുപ്പക്കാരൻ നമുക്ക് തരുമോ? ചെറുപ്പക്കാരൻ നമുക്ക് അടിക്കട പോലെ. സത്യത്തിൽ നിങ്ങൾ അങ്ങനത്തെ അല്ലേ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അന്വേഷണം എന്ന് പറയണം. ഞങ്ങൾ 2 ചെറിയ ചെറുപ്പക്കാർ ചെറിയൊരു ഓട്ടോറിക്ഷയും കൊണ്ട് നാട് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒരു ചെറിയൊരു ലുക്ക് കുക്കുനുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളും എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ സംസാരിച്ചിട്ട് നിങ്ങളൊന്ന് അയച്ചു നോക്കി. ഇങ്ങനെ വന്നിട്ട് അതൊന്ന് കാണിക്കൊണ്ട് മൂപ്പരെ ഏതായാലും. പിന്നെ മൂപ്പരെ കുറിച്ച് നമ്മളെന്താ പറയാ, മൂപ്പര് വലിയൊരു നടനാണ് അല്ലേ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വിനായകേട്ടനെ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. അതെ. ഏതായാലും നല്ല രീതിയിൽ അങ്ങനെ പോട്ടെ, ഞങ്ങളും പോട്ടെ. അത് സത്യമാണോ അതോ നുണയാണോ വിശ്വസിക്കാനാവുന്നില്ല ഞങ്ങൾക്കത്. പിന്നെ വേറൊരു കമന്റ് ഉണ്ടായിരുന്നേ, ഒരു എന്താ ഉമ്മറലി എന്ന് പറയണ ഒരു ഇക്ക അന്നെ തെരുവ് വെച്ചിട്ടുണ്ട്. ഒരു പോത്ത് കുട്ടിയെ വിൽക്കണേക്കില്ലേ, എന്തൊരു ചോദ്യമാണ്. അന്നുള്ള ഇഷ്ടം കൊണ്ട് എങ്ങായി. ഏതായാലും ഇപ്പൊ ഞാൻ തരാൻ ഉദ്ദേശിക്കണില്ല, ഇപ്പൊ നമ്മളെ കൂടെ കട്ടെ അല്ലേ. പോകാൻ ഉദ്ദേശം ഉണ്ടോ? ഒരു ഉദ്ദേശമല്ല, തീരുമാനമായില്ല. ഇപ്പൊ യാത്രയിലാണ്. ശരി, അപ്പൊ എല്ലാവരോടും ഞങ്ങള് ആരംഭിക്കട്ടെ എന്ന്. ഇതാണ് ശ്രീരംഗം ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് വണ്ടി കയറും, അകത്ത് പാർക്കിംഗ് ഉണ്ട് അല്ലേ. എൻ്റെ മക്കളെ ഗോപുരൊക്കെ ഭയങ്കര കേട്ടോ. അപ്പൊ രണ്ടാമത്തെ നമ്മൾ കയറുവാണ്. നമുക്ക് അവിടെ ഇവിടെ വണ്ടി എടുത്തിയാലോ, നടന്നു പോയാലോ അല്ലേ, അത് രസമല്ലേ ഇങ്ങനെ നടക്കാൻ. കഴിയുന്ന പോലെ നമ്മളുടെ വണ്ടിനെ നമ്മളിങ്ങനെ പൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഇനി പോയി നോക്കാം വാ. ഫസ്റ്റ് ഈ ഗോപുരമാണുള്ളത്. ചെറുതൊന്നും ഉണ്ടാകുന്നു കേട്ടോ, പോരുന്ന വഴിക്ക് നമ്മൾ കണ്ടില്ലേ, ആ ചെറുതൊന്നും ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് വലുത് ഇതാണ്. ഒരു ഗ്രാമവും കൂടിയാണ് അല്ലേ മോനെ, ഒരു ഗ്രാമ വഴി കൂടിയാണ്. അതിൻ്റെ ഒത്ത നടുക്കായിട്ടാണ് അമ്പലമുള്ളത്. അടിപൊളി, അത് കാണാൻ തന്നെ സൂപ്പറാണ്. നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കട കയറണം. അങ്ങനെ ഒരുപാട് കവാടങ്ങളുണ്ട്. നമ്മൾ ചെയ്തൊരു മണ്ടത്തരം എന്താ പറയുക, നമ്മൾ വന്നിട്ടുള്ള ബാക്ക് സൈഡിലേക്കാണ്. ഇവിടെ മുട്ട എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പുഴയിലേക്ക് പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ബാക്ക് സൈഡാണ് അത്. ഒരു ഫ്രണ്ടിൽ അതായത് ബാക്ക് സൈഡിലേക്ക് 3 ഗോപുരങ്ങളാണുള്ളത് കേട്ടോ. ഇതിലൊക്കെ റോഡുകൾ പോകുന്നുണ്ട്, ഇതിലൊക്കെ നമുക്ക് വണ്ടിയായിട്ട് വരാം. ഞങ്ങൾ വണ്ടി എടുക്കാതെ പോകുന്നത് വെച്ചാൽ ഇതിങ്ങനെ ശരിക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നടന്നു പോയി കഴിഞ്ഞാൽ ഉഷാറായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതാ അതെ, ഒരു വില്ലേജ് ആൻഡ് ചെറിയ ടൗൺ ആണത്. ചെറുതല്ല, വലിയ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു നഗരം തന്നെയാണ്. ശ്രീരംഗം എന്ന് പറയുന്നിടത്താണ് കേട്ടോ അത്. തമിഴ്നാട്ടിലെ തിരുച്ചിറാപ്പള്ളിയിൽ ശ്രീരംഗത്താണ് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ തന്നെ ഇപ്പം 3ാമത്തെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇവിടെ തന്നെ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളുണ്ട്. പുതിയ സാധനങ്ങൾ, മാലകൾ, പൂക്കൾ പറഞ്ഞാണ്ട് അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളുണ്ട്. എല്ലാ ഗോപുരത്തിൻ്റെ അടുത്ത് ഇതുപോലെ മതിൽക്കെട്ടുകളുണ്ടാവും. അതായത് ബാക്ക് സൈഡ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കവാടമാണത്. നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കണം. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി വരുന്നുണ്ട്. എല്ലാ സൈഡുള്ള ഒരു വ്യൂ നമ്മൾക്ക് കിട്ടണം. ഈ മതിൽ തന്നെ ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അല്ലേ. നല്ല ഗാർഡനൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. വൃത്തിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല, ഇവിടെ നല്ല ക്ലീനിങ് ആണ്, നല്ല രസമാണ്. പിന്നെ എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ട്. ചെറിയ ഇടുങ്ങിയ റോഡാണ്. റോട്ടിൽ തന്നെ ഇങ്ങനത്തെ വണ്ടികൾ പാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ വാഹനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആണോ, അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ടൈറ്റായി. ഇപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് അതിലെ വണ്ടികൾക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മളിതിങ്ങനെ കറങ്ങിയിട്ട് ഇതിലെങ്ങനെ പോകാം. ശരിക്കും നമുക്ക് വണ്ടിയിൽ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ റൗണ്ട് അടിച്ച് പോരാട്ടോ. ഞങ്ങൾ നടന്ന് പോകാൻ തന്നെ ഉള്ളൂ, കാരണം ചുറ്റുഭാഗത്തൂടെ റോഡുണ്ട്. വെസ്റ്റിലേക്ക് എത്തിയാൽ ഇവിടെയും തന്നെ കണ്ടോ ഗോപുരം കാണുന്നുണ്ട്. ഇതിൽ ഒന്നാവില്ല, ഇവിടെ തന്നെ 3 ഉണ്ടാവും അല്ലേ. 1, 2 വണ്ടി
1 2 3 എണ്ണം അങ്ങോട്ടുമുണ്ട്. അങ്ങനെ 3 ഗോപുരങ്ങൾ ഉണ്ടാവും. വലിയ ഗോപുരം കേട്ടോ. എൻ്റെ പൊന്നോ. ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ഒരു മതിൽക്കെട്ടിനകത്താണ്. ഇതിന് ചുറ്റും 4 ഭാഗത്ത് 4 ദിശയിലും ഇതുപോലെ 3 ഗോപുരങ്ങളുണ്ട്. ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും ഫ്രണ്ടിലേക്കാണ് നമ്മൾ ഇതുവഴി പോകുന്നത്. ഇന്ത്യയിലെ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണം അല്ല, ശ്രീരംഗം. ക്ഷേത്ര പണികൾക്കായിട്ടുള്ള ചില കല്ലുകളൊക്കെ ഇങ്ങനെ സൈഡ് കൂടെ ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്തിലേക്കാണ്. സൗത്ത് ഗോപുരങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാ കാണുന്നുണ്ട് അല്ലേ, നമ്മൾ ദൂരമായിട്ട് കുറച്ച് ആനയുണ്ടോ? ആ ഗൈസ് അവിടെ ആനയുണ്ട് കേട്ടോ. ആ ഇതെന്താ രഥോ? ഇത് രഥമുണ്ട് ഗൈസ്. ഓ ഇതിൻ്റെ വീലൊക്കെ നോക്കാം. ഇതൊക്കെ കുറച്ച് ഉത്സവങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കണ്ടാവേ. വാഹവൽത്തേരി ഇവിടെ ഭയങ്കര തിരക്കാണ്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥലമാണ്. ചെരുപ്പ്, ബാഗ്, നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ എന്താ സൗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളി ആ വർക്കൊക്കെ കണ്ടത്. ഇവിടെ എന്താ ഒരുപാട് ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളായിട്ട് ഭരിച്ചിരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ആക്രമണം നടന്നിട്ടുണ്ട്. അതിൽ പല ഗോപുരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര മതിലുകളും ക്ഷേത്രത്തിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആക്രമണം നടന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് പുതുക്കി പണിഞ്ഞ് വികസിപ്പിച്ച് പുനർനിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയ 1987 പുറത്തുള്ള ഗോപുരമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ പുറത്തുള്ള ഗോപുരം. അത് ഏകദേശം 240 അടി ഉയരമുണ്ട് കേട്ടോ. അതിന് ഇവിടെയൊക്കെ നോ പാർക്കിംഗ് ആണെങ്കിൽ പോലും ഇതിലൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഉണ്ട്. നല്ല ഭക്തജന തിരക്കാണ്. എല്ലാം ഇവിടെ ഒരു ഫ്രണ്ട് ഗേറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ 3 മിനാരകളുണ്ടാവും. ഓ എന്നാ വലുപ്പല്ലേ. നല്ല ആളുണ്ട് ഇവിടെ. കണ്ടോ നമ്മൾ സൗത്തിലേക്ക് വന്നാൽ ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പാണ്. അതുപോലെ തന്നെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്, നമ്മൾ ഇവിടെ നിന്ന് അതിൽ തന്നെ തിരിച്ചു പോകും. അതായത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവിടുത്തെ ഉത്സവം ഉള്ളത് കേട്ടോ. ആ ടൈമിൽ ഏകദേശം ദശലക്ഷം ആളുകളെ, അതായത് ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ കണ്ടരെ ആന കൊമ്പില്ല, ഇവന് കൊമ്പില്ല, നല്ല കുറിയൊക്കെ ഇട്ടിട്ട്. ഏടാ അൻ്റെ 10 രൂപ വണ്ടി കൊടുത്ത വേണേ ഇതില്ലെന്നെ ഞാൻ അവസരമില്ലേ. ഇവൻ പേരനെ ബസ്സില്ല. ആ കൊടുക്ക്. വ്ളാഗറയാ? ഓ നന്നായി വാ. ആ യൂട്യൂബ് ചാനൽ ഫ്ലോറസ്റ്റ് 71. ആ ഇവിടെ ഒരു മണിക്കുഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഒച്ചയൊക്കെ ഉണ്ടാക്കണ്ടല്ലോ ഡേക്ക്. അടിപൊളിയായില്ലേ. കുക്കുവിന് തലയിട്ട് കുക്കു താന്നൊക്കെ പേടിച്ചേച്ചി തല ഇടിഞ്ഞോണ്ടോ സ്വാമിധാരണമാണ് പോലെ. 2017 ഈ ക്ഷേത്രം സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് ഓഫ് മെറിറ്റ് 2017 നേടി. യുനെസ്കോയുടെ അവാർഡ് ലഭിക്കുന്ന തമിഴ്നാട്ടിലെ ആദ്യത്തെ ക്ഷേത്രമായി ഇത് മാറിക്കഴിഞ്ഞു കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു രാവിലെ കുറച്ചുകൂടി നേരത്തെ ആണെങ്കിൽ ഇതിനേക്കാളും ആളുകളുണ്ടാവും. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11 മണിയാണ്. ഞങ്ങൾ 11 മണിക്ക് ഇത് നടക്കുന്നത്. ഇതാ അവിടെ ടോയ്ലറ്റ്. കുക്കുവിനോട് ഒരാൾ ടോയ്ലറ്റ് അവിടെ വെച്ചു. അയാൾ ഇവിടെ വരെ എത്തിയിട്ട് കുക്കു അയാൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചു. എന്താണ് നമുക്കറിയില്ലല്ലോ. പക്ഷെ ഞങ്ങൾ കണ്ട ഒരു സ്ഥലം, കണ്ട ടോയ്ലറ്റ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത് ഇത്ര അടുത്ത് ഇവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല. അതുപോലെ തന്നെ ഇതൊരു കാവേരി നദി 2ആയിട്ട് പിരിഞ്ഞു പോകുന്ന അടുത്തൊരു ഡാമുണ്ട്. ആ ഡാമിൻ്റെ കരയിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയുടെ തീരത്താണ്. കാവേരി നദിയുടെ ഒരു ദ്വീപിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, മനോഹരമായ കാഴ്ചയാണ്. അവിടെ കണ്ടൊരു വെള്ള ഗോപുരം. ഇനി നമ്മൾ പോകുന്നത് ആ വെള്ള ഗോപുരത്തിനടുത്തേക്കാണ്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാണ്ഡ്യരാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നടത്തിയ കൊള്ളയടിക്കലിൽ ഡൽഹി സുൽത്താനേറ്റ് സൈന്യം ക്ഷേത്രം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയും ചെയ്യപ്പെട്ടു കേട്ടോ. പിന്നീട് അങ്ങോട്ട് 16-17 നൂറ്റാണ്ടുകളിൽ
ഇതുപോലത്തെ ഒരുപാട് ഗോപുരങ്ങളൊക്കെ നിർമ്മിച്ച് ഈ ക്ഷേത്രം ശക്തിപ്പെടുകയാണുണ്ടായത്. എല്ലാ ഗോപുരങ്ങൾ കഴിഞ്ഞാലും ഇതുപോലത്തെ വലിയ മതിൽക്കെട്ടുകളുണ്ട്. നമ്മൾക്ക് ഒറ്റയടിക്ക് ചാടി കയറി പോകാൻ വേണ്ടി വരില്ല. പക്ഷേ എങ്കിൽ ഈ ഒരു കഴിഞ്ഞു ഇവിടെ വെച്ചതുകൊണ്ട് അതുമ്മ കയറിയിട്ട് അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി കഴിയും. പക്ഷേ എങ്കിൽ അത് കാണാൻ വേണ്ടി നല്ല രസമാണ്. നല്ല ഒരു ഗാർഡൻ ലുക്ക് നമുക്ക് തരും. ഗ്യാപ്പ് ഇട്ടാണ്ട് കുറച്ചുകൂടി പൂക്കളൊക്കെ അതിലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ വിഷയം ഉണ്ടായതുകൊണ്ടാവാം അവർ വെള്ളം കൂടുതൽ ആവശ്യമുള്ള ചെടികളൊന്നും അല്ലാതെ വെച്ച് പിടിപ്പിക്കാത്തത്. വെള്ള ഗോപുരം അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഈസ്റ്റിലാണ്. നമ്മൾ ഈസ്റ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ക്ലീനിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ വാഹനങ്ങളാണ് ഉള്ളത്. അങ്ങനെ നല്ല രീതിയിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ കരിക്കുണ്ട്, വെള്ളങ്ങളുണ്ട്, പൂജാ സാധനങ്ങളുണ്ട്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഈ ഗോപുരം ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഹൈറ്റും ആണല്ലേ. ഇതാണോ രണ്ടാമത് നിർമ്മിച്ച് ഇതാവോ? ഇത് തല കുത്തനെ പിടിച്ചാലേ കഴിച്ച് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. എന്നാ പറയാനാ. ഇവിടെയും തന്നെ നല്ലൊരു പന്തലൊക്കെ ഇട്ട് ഇവിടെയും തന്നെ അങ്ങനെ 3 ഗോപുരങ്ങൾ അങ്ങോട്ടും കണ്ടോ. ഒന്ന് അവിടെ ഉണ്ട്, അതിൻ്റെ ബാക്കിലായിട്ട് വീണ്ടും അങ്ങോട്ടുണ്ട്. അവിടെ പിന്നെ ചെറുതൊന്നും കൂടി ഉണ്ടാവും. അതാണ് ഈ ഗോപുരത്തിൻ്റെ ഒരു പ്രത്യേകത. ഉണ്ടാവും ഇത് മാത്രമാണ് ഈ ഒരു വെള്ള കളറിലുണ്ടാവുക. നല്ല വർക്കാണ്, ഒരുപാട് വർക്കുകൾ ചെയ്ത് വലിയൊരു ഗോപുരമാണ്. 1 2 3 4 5 5 അല്ലേ? 8 ഇതടക്കം കേരള. ഇത് ഈസ്റ്റ് താണേ, ഈസ്റ്റ് സൈഡ്. ഈസ്റ്റ് സൈഡ് വെള്ളയമാൻ ഗോപുരം. ആ വെള്ളയമാൻ ഗോപുരം, അത് വെള്ള ഗോപുരം അല്ലേ? இந்த கோவிலை ஒழிக்கிறதுக்காண்டி 3 பேர் வந்தாங்க. அவங்க 3 பேரையும் சாமி மேலே இருக்குவா அப்படின்னு கூட்டிகிட்டு போய் அங்கேருந்து தள்ளி விட்டுருச்சு அந்த அம்மா. எப்படி? கோயிலை காப்பாற்றுறதுக்காக, கோயிலை அழிக்கிறதுக்காண்டி 3 பேர் வந்தாங்க. அவங்கள சாமியை பார்க்கறது தானே வந்திருக்கீங்க, அந்த மாதிரி தெரிஞ்சு போச்சு. இவங்க கோயிலை கொள்ளையடிக்க வந்திருக்காங்க. மேலே தான் இருக்கார் சாமி, கூட்டு போறேன் வா அப்படின்னு மேலே கூட்டு போய் 3 பேரையும் கீழே தள்ளி விட்டு சாமி கீழே குதிச்சிருச்சு. அப்படியா? கோபுரத்துக்கு வெள்ளையம்மாள் கோபுரம். வெள்ளையம்மாள், அந்த அம்மாவோட பேர் அது? இந்த அம்மாவோட பேர். அப்படியா? വെള്ളയമ്മാർക്ക് വയസ്സ് കണ്ടങ്ങൾ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ ചെറിയൊരു കുളിര്. ഇനിയിപ്പോൾ ഉള്ള അതിൻ്റെ കഥയാണ്. അതായത് ഇവിടെ ഒരു വെള്ളയമ്മാർ എന്ന് പറഞ്ഞ അമ്മ ഉണ്ടായിരുന്നു. ഇവിടേക്ക് 3 പേര് ഒരു ക്ഷേത്രം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവരെന്താക്കി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഈ അമ്മനോട് ചോദിക്കുവാണ്. അപ്പോൾ അമ്മ പറയുകയാണ് ഇതിന് മേലെയാണ് ഭഗവാനുള്ളത്, അവിടേക്ക് പോവാം. അവിടെ നിന്ന് പിന്നെ അവരെ മേലെ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലുവാണ് ചെയ്തത്. അടിപൊളിയല്ലേ? ഞാൻ അടുത്തോട്ട് പോവാം. ഇപ്പോൾ വെള്ളയാർ ഗോപുരത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ നോർത്തിലേക്ക് എത്താറായി. നമ്മൾ നോർത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നോർത്ത്, വെസ്റ്റ്, സൗത്ത്, ഈസ്റ്റ് കഴിഞ്ഞ് ഇനി വീണ്ടും നോർത്തിലേക്ക് നമ്മൾ എത്താനാണ്. ഇതുവഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ നോർത്തിലേക്ക് എത്തും. ഒരു പ്രാവശ്യം കാവേരി നദിയിൽ നന്നായിട്ട് വെള്ളം കയറിയ സമയത്ത് ഇതിൻ്റെ ഗോപുരങ്ങൾ നശിക്കപ്പെട്ടു എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഗോപുരം നശിച്ചു. അത് പിന്നീട് അതായത് ചോളരാജാവായ കിളിവള്ളവൻ ക്ഷേത്രം സമുച്ചയം വീണ്ടും പുനർനിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് രാജവംശം ഈ ഒരു ക്ഷേത്രം, അതുപോലെ ക്ഷേത്ര പരിസരമൊക്കെ ഭരിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഭരിച്ചിരുന്ന ചോള, പാണ്ഡ്യ, ഹൊയ്സല, മറാത്ത, വിജയനഗര സാമ്രാജ്യങ്ങളുടെ വകയായി ക്ഷേത്രത്തിൽ പിന്നീട് ഘടനകളും ലിഖിതങ്ങളും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ലിഖിതങ്ങൾ 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ളതാണ്. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ അല്ലേ? ഭയങ്കര വണ്ടി തിരക്കാണ് അവിടെ. വണ്ടിയൊക്കെ റോഡിൽ തന്നെ പാർക്ക് ചെയ്ത് എല്ലാ വണ്ടികളും മെയിനായിട്ട് പാർക്കിംഗ് ഇവിടെ ഇല്ല, ഒക്കെ റോഡ് സൈഡാണ് പാർക്ക് ചെയ്യുന്നത്. അതാണ് മെയിനായിട്ടുള്ളൊരു തിരക്ക് ഇവിടെ. പിന്നെ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തു കൂടെയും റോഡായതുകൊണ്ടും ഇവിടുന്ന് അടുത്തൊരു നടയിലേക്ക് പോകണമെങ്കിൽ ഈസ്റ്റിന് വെസ്റ്റിനും നോർത്തിക്കൊക്കെ പോകണമെങ്കിലൊക്കെ നമുക്ക് റോഡുണ്ട്, വണ്ടി എടുത്ത് പോകാം. പക്ഷേങ്കിൽ ഈ ഒരു ബ്ലോക്കാണ് വിഷയം വരുന്നത്. അതായത് നമ്മൾ വന്ന ആ ഒരു ഗോപുരത്തിൻ്റെ അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് ക്ഷേത്രത്തിനകത്തേക്ക് തൊഴാനൊക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ടല്ലോടാ. ഏകദേശം ക്ഷേത്ര സമുദായത്തിനുള്ളിൽ 50-ലധികം ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്നു. അവ വിഷ്ണുവിനും ലക്ഷ്മിക്കും വിവിധ വൈഷ്ണവ പണ്ഡിതന്മാർക്കും കവികൾക്കും സമർപ്പിച്ചിരിക്കുന്നു. മെയിനായിട്ട് ഹൈറ്റും വർക്കും ഒക്കെ ഒന്നും പറയാനില്ല. അതായത് ചോളന്മാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളൊരു മണ്ഡപം ഉണ്ട് അതിനകത്ത് കയറണം. തൂണുകളാണ്, അതായത് തൂണുകളുള്ളൊരു മണ്ഡപമാണ്. അതിനകത്ത് പോയാൽ കാണാൻ വേണ്ടി വരില്ല. നമ്മൾ ഒന്നിൻ്റെ താഴത്ത് കൂടെ പോകണ ഒരു വിഷ്വലാണത്.
ഇതാണ് കയറി പോവാൻ്റെ മേലേക്ക്. ആവിലുണ്ടാവില്ല, അതിലെങ്ങനെ കയറി പോകുന്നു അല്ലേ? വേറെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ലല്ലോ. ഇതിനുള്ളിൽ കൂടെ ഒക്കെ എന്തെങ്കിലും ഉണ്ടാവോ? ഈ ഗോപുരം അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള ഗോപുരം ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗോപുരങ്ങളും 12-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ആയിട്ട് പണി തീർത്തതാട്ടോ. അതായത് ക്ഷേത്രത്തിന് അടുത്തുള്ള ആളുകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ വലിയൊരു സമുദായം ഉണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് ഇവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും ക്ഷേത്രത്തെ സംരക്ഷിക്കാനും ക്ഷേത്രത്തിലെ ആളുകളെ, അതായത് ക്ഷേത്ര പരിസരത്തിലെ ആളുകളെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു സമുദായത്തിലെ ആളുകൾ നിയന്ത്രിച്ചിരുന്നു എന്നാണ്. ഇവിടെ ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഡിസംബറിൽ, ഞാൻ പറഞ്ഞില്ലേ, ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. അതായത് അതിൽ രാപ്പത്തും അതുപോലെ തന്നെ പകൽപ്പത്തുണ്ട്. പകൽപ്പത്ത് രാപ്പത്ത് എന്നാണ് പറയുക. പകൽപ്പത്ത് എന്ന് പറഞ്ഞാൽ പകൽ 10 ദിവസം ഇവിടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ രാപ്പത്ത് രാത്രി 10. അടുത്ത അതായത് ഫസ്റ്റ് 10 ഉണ്ടല്ലോ, 10 ദിവസം പകലിലാണ് പരിപാടി. പിന്നത്തെ 10 ദിവസം ഉണ്ടല്ലോ അത് രാത്രിയിലാണ് പരിപാടി. അങ്ങനെയാണ് ഇവിടുത്തെ ഉത്സവം ഉള്ളത്. അന്നൊക്കെ അടിപൊളി. ഇവിടെ ദശലക്ഷം ഒരു ദശലക്ഷം ഭക്തജനങ്ങൾ അന്ന് എത്തുന്നതാണ്. അപ്പോൾ അതെന്ന് വായിച്ചതിൻ്റെ പവർ എന്താണ്? നമ്മൾ ഫസ്റ്റ് വരുന്ന ഒരു ഗോപുരമാണ് അത്. അതടക്കം കൂട്ടിയിട്ടാണ് മൊത്തത്തിൽ 17 എത്തിയത്. നേരെ പോകെ, സ്ട്രൈറ്റ് പോകെ. നമ്മളുടെ വണ്ടി ഉണ്ട്, അടങ്ങി വണ്ടി എടുക്കാം. വണ്ടി എവിടെ? അവിടെ ഉണ്ട്. ഞാൻ കരുതി വണ്ടി കുറേ അപ്പുറത്തേക്കാണ്. ഇനി വണ്ടി എടുത്തിട്ട് ഇവിടെ കാവേരി ഉണ്ട്. കാവേരിയിലൊന്ന് കുളിക്കാൻ പറ്റുന്നതാണെങ്കിൽ കാവേരിയിൽ പോയൊന്ന് കുളിക്കുക. ഈ ചൂടൊക്കെ ഒന്ന് പോയി എന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാനൊക്കെ ഏകദേശം സമയമായി തുടങ്ങി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇറങ്ങാം അല്ലേ? ഇവിടെ ഈ വെയിലത്ത് നിർത്തി പോയിട്ട് ഭയങ്കര ചൂട് വണ്ടി, ചുട്ട് പഴുത്തുന്ന വണ്ടി. വേഗം വണ്ടി എടുത്ത് വണ്ടിനൊന്ന് തണുപ്പിക്കണം. വണ്ടിത്തെ സാധനമൊന്നും പോയില്ല കേട്ടോ, ഒക്കെ നല്ല രീതിയിലുണ്ട് അല്ലേ? ഒക്കെ അല്ലേ വണ്ടി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടായില്ല. ഉണ്ടാവാതിരിക്കട്ടെ. എവിടെ ഞങ്ങൾ കാവേരി ലക്ഷ്യം. ഞങ്ങളപ്പോൾ കാവേരിയുടെ ഇത് കാവേരി തന്നെ. കാവേരി കൊള്ളടം കാവേരി അങ്ങേർക്ക്. ഇത് കൊള്ളടം റിവറാ. ഓ അത് കൊള്ളടം റിവറാട്ടോ. ഞങ്ങൾ കാവേരിയിൽ കുളിക്കണമെങ്കിൽ ഇത് പോകുന്നപ്പോൾ റിവർ മാറിപ്പോയി അല്ലേ? ചെങ്ങന്മാരപ്പം ഇവിടെ ഒരു ഫില്ലർ കണ്ടങ്ങൾ. ഈ ഫില്ലറായിരുന്നു പഴയ പാലം. ലാസ്റ്റ് അവിടെ ലാസ്റ്റ് ഉണ്ട് ഇതേപോലത്തെ ഒരു ഫില്ലറും കൂടി കേട്ടോ. അപ്പോൾ അതായിരുന്നു പഴയ പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത്, വെള്ളക്കാരുടെ കാലത്ത്. ഇതുവാ ഇത് അതിൻ്റെ മുൻപുള്ളതാണത്. അങ്ങനെയാണെങ്കിൽ ഈ പാലം ഇവിടുന്ന് പോയിട്ട്, അതായത് പാലത്തിന് ഡാമേജ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ JCB കൊണ്ട് ഇങ്ങനെ ഒരു ഡാം, അതായത് ഒരു കെട്ടുണ്ടാക്കിയേക്കാം, ഒരു വരമ്പ് ഇങ്ങനെ കെട്ടുണ്ടാക്കിയേക്കുവാണ്. അതായത് ആ പാലത്തിൻ്റെ അടിയിലേക്ക് മണ്ണ് കയറാൻ വേണ്ടിയിട്ട്. അവിടുത്തെ മണ്ണൊക്കെ പോയിട്ട് പാലത്തിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പാലം വലുത് ഇതിന് മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ പാലം നശിച്ചു പോയത്. വെള്ളം വന്ന അതിൻ്റെ അടിയത്തെ മണൽ പോയിട്ടേ. അതിലും പോണതാ ഒരു പാലം. അതിലാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് വന്നത് ഇതിലെയാണ്. പോണ ട്രെയിൻ പോണേല അതിൽ അറ്റത് കൂടെ ഒന്ന് പോകുന്നുണ്ട്. അതിലെ ആ രസമാട്ടോ അത് കാണാനൊക്കെ ഉണ്ട്. ഇവിടെ നല്ല പായലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഇത് ഇലക്ട്രിക് പോസ്റ്റാണ് മോനത്, ആ കാണുന്ന ഫില്ലർ ഇത്. അതുപോലെ തന്നെ പിന്നെ അവിടെ ഒരുപാട് പേര് കുളിച്ച് തോര ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പോയി കുളിക്കാം. ഞങ്ങൾ എന്തെങ്കിലും അറിയിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഞങ്ങൾ കാവേരിയിൽ കുളിക്കണമെന്ന് കരുതിയത് കാരണം കുഴപ്പമില്ല, എല്ലാവരും മതിയല്ലോ, ഞങ്ങൾക്ക് കുളിച്ചാൽ മതി. നിങ്ങൾ പേരെന്നെ? കറുപ്പയ്യ നല്ല പേര്. അതായത് വണ്ടി പോണ പാലം ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് ഒരു പോക്കറ്റ് റോഡ് ഇങ്ങനെ കയറി ഇങ്ങോട്ട് ഇറങ്ങിയതാണ് നമ്മൾ. അതായത് ഇതിൻ്റെ ഒരു എൻഡാണ്. ധാരാളം പേര് കുളിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ അലക്കാനുള്ള സാധനങ്ങൾ, സോപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. നല്ല രസമായിരിക്കും. ഭയങ്കര നിലാവാണല്ലോ, ഒടുത്തം വിട്ട വെയിലാ. ഇവിടെയൊക്കെ കുളിച്ച് ആ അറ്റത്ത് പോയി കുളിച്ച് ഇവിടെ എത്തുമ്പോഴത്തേനും അതിൻ്റെ ഫലം തീരും. ആ ഏട്ടൻ ഫലം എന്താ വെച്ചാൽ ഇവിടെ ഒന്നും കുളിക്കണ്ട. ഇവിടെ കുളിച്ചാൽ വെള്ളം അഴുക്കായി കിടക്കണം, ഇവിടെ കെട്ടി കിടക്കണം, വെള്ളം അഴുക്കാണ്. അപ്പോൾ ഇവിടെ ഒന്നും കുളിക്കണ്ട. അപ്പോൾ കുറച്ചുകൂടി അവിടെ പോയിട്ട് അവിടെ നിന്ന് കുളിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സംഭവം ഇതാണ്. എന്താ ഇനി നമ്മളെന്താ വെച്ചാൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്കിലും കുളിക്കും. അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്, ചൂണ്ട ഇടുന്നുണ്ട്, വല്ല മീനും കിട്ടിയാവോ. വെള്ളമൊക്കെ കാണാൻ പച്ച കളറാണല്ലോ മുത്തുമണിയെ.
അവിടേക്ക് പോയാൽ കുറച്ചുകൂടി തെളിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഈ സൈഡിൽ കുളിക്കുവാണെങ്കിൽ ഇതാ ഈ മീൻ പിടിക്കുന്നവരുണ്ട്, ഇവിടെ മീൻ പിടിക്കുകയാണ്. അതിനപ്പുറത്തായിട്ട് ഇതാ അവിടെ ആയിട്ട് കുളിക്കണം. പക്ഷേങ്കിൽ അവിടെയൊക്കെ സ്ത്രീകൾ കുളിക്കുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ അവർക്ക് നമ്മളുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമൊന്നുമില്ല, എന്നാലും നമുക്കൊരു ഇടങ്ങേറാണ് അവരുടെ ഇടയിൽ കുളിക്കുമ്പോഴേ. മോശം, നമുക്കൊരു മോശമുള്ള കാര്യമാണ്. ആ അതെ. ഇത് ശ്രീരംഗം ദ്വീപിലെ കാവേരി നദിയുടെ പ്രധാന ശാഖയിൽ നിന്ന് പിളർന്ന് കിഴക്കോട്ട് ഉൾക്കടലിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പോവാണ്. വെള്ളം പച്ച കളറാണ്, ഇവിടെയൊക്കെ അഴുക്കാണ്, ഇതിലൊക്കെ വേസ്റ്റാണ് ഒക്കെ കെട്ടിക്കിടക്കണല്ലേ. ഇവർക്ക് അല്ലെങ്കിൽ തന്നെ ഇവർക്ക് വെള്ളത്തിന് ക്ഷാമമാണ്. എന്നാൽ പിന്നെ ഉള്ള നദികൾ നല്ല രീതിയിൽ സംരക്ഷിക്കണ്ടേ അല്ലേ? അത് ഇവർ ചെയ്യൂല. ഇവിടെ ഒന്ന് 10 പൈസക്കില്ല കുട്ടികളെ. ഇത് ഫുള്ള് മണലാണല്ലോ കിടക്കണേ. നമ്മൾ പകുതി എത്തിയോ? ആ പകുതി, 2-3 വില്ലറും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പകുതിയാവും. ഇപ്പോഴും ആയില്ല, എത്ര പോകുന്നല്ലേ ഉള്ളൂ. ഇനി എത്രങ്ങാനും പോകണം. നമുക്ക് ഇവിടെയാണ് അയാൾ നമ്മളോട് കുളിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ കുളിക്കുകയാണെങ്കിൽ ഇവിടെ കല്ലും കാര്യമൊക്കെ ഉണ്ട് അല്ലേ, തിരുമ്പാനൊക്കെ സുഖമാണ്. അല്ലെങ്കിൽ അവിടെ അയാൾ കുളിക്കുന്നിടത്ത് ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകണം. അവിടേക്ക് പോകണോ? അങ്ങോട്ട് പോലെ. ഞങ്ങൾ അങ്ങ് കേരളത്തിൽ മലപ്പുറം ജില്ല വണ്ടൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഞാനും കുക്കും വന്നിട്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു വൈബാണ്. തിരുമ്പി കുളിച്ചല്ലാന്ന് പറയരുത്. അതെ, അടുത്തുണ്ട്. നമുക്ക് എന്നും കിട്ടൂല അതുപോലത്തെ ഒരു സുഖം. അപ്പൊ ആ സുഖം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. ഈ പാലത്തിന്റെ ഫില്ലർ മൂടൊക്കെ ധാരാളം സാധനങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ. സാധനങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ പണി കഴിഞ്ഞതാണ്. അവന് ഇത് എന്താ മനസ്സിലായില്ല. ഇത് വെള്ളം നിൽക്കാൻ വേണ്ടി കെട്ടിയതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. വെള്ളം നിൽക്കാൻ തന്നെ, വെള്ളം നിന്നാൽ അതിൻ്റെ അടിയിലേക്ക് മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പാലത്തിൻ്റെ ചുവടുത്ത മണ്ണ് പോകുന്നുണ്ട്. അതാണ് പാലം നശിക്കാനുള്ള കാരണം. ആ തിരുമ്പിക്കുളിയൊക്കെ ഉണ്ടല്ലേ. ആ നടക്കൂല. ആ അതിൻ്റെ ഇപ്പം കറങ്ങിയടിച്ച് പോകല്ലോ കേട്ടോ. കല്ലാണ്, ചിലപ്പോൾ അതിലേക്ക് നല്ല ആയ ഉണ്ടാവും. അപ്പോൾ ആ ഏട്ടൻ പോകണ്ടോ അവിടെ അത്രേ ഉള്ളൂ ആയോ. വല്ലാതാണ്ട് പോകരുത് കേട്ടോ. കുറച്ച് ഇവിടെ എവിടെയൊക്കെ നിന്നിട്ട് ഞാൻ കുളിച്ച് കയറാം. നമുക്ക് വല്ലാതെ പോകാൻ പറ്റില്ല, നമുക്ക് പരിചയമില്ലാത്തൊരു നദിയാണ്. പരിപാടി നമ്മൾ ഡ്രസ്സൊക്കെ കൂടെ ഉണക്കിയിട്ടുണ്ട്. ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ വണ്ടി താ കാണുന്ന മരം ഉണ്ടല്ലോ അതിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതൊക്കെ അവിടെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുക. ആ ഗ്യാപ്പിൽ തുടങ്ങുകയും ചെയ്യും. ഇവിടെ ഈ ഗ്രാമത്തിലെ ആളുകൾ പ്രധാന വേസ്റ്റ് കട്ടുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ നദി അല്ലേ, കാരണം ഇവിടെയാണല്ലോ ഇതൊക്കെ തട്ടിയിട്ടുള്ളത്. ഇതാരാ പേരനെ? പേര് കാർത്തി. എത്ര ക്ലാസ് പഠിക്കുന്നത്? 7ാമതാ. ചേങ്ങന്മാരെ ഈ കാണുന്ന പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീൻ ഇത് മുഴിയാണല്ലേ? ചൂണ്ടന്നെ? ചൂണ്ടയാ? ആ വേറെ ബാൾ സെറ്റാ? ആ അവ അടിച്ചതാട്ടെ. എത്ര കിലോ ഇറക്കും? 3 കിലോ ഇറക്കും. 2 കിലോ ഒന്ന് പിടിച്ചോ. ശരിക്കും പിടിച്ചോ? ഒരു മതിച്ചൊക്കെ എത്ര ഉണ്ട്? ആ ഇതുണ്ടാവും കേട്ടോ. 3 കിലോ ഒക്കെ ഇറക്കാം. സൂപ്പർനെ. இதுக்கு என்ன பேர் சொல்ற? மயிரன் பாங்க. കേരള. ഓ ഇതിന്റെ പേര് ശരിയല്ല ഗൈസ്. ഇതിന്റെ പേര് ശരി. യൂട്യൂബേഴ്സ്. ശരി പോയിട്ടോ. ஒன்று மட்டும் தான் கிடச்சிருக்கா? ஒன்று தான் கிடச்சிச்சு. முன்னாடி தான் நிறைய எடுக்கும். இப்போ எல்லாம் வலையை போட்டு எடுத்துட்டாங்க, சுத்தமாக மாற்றதில்லை. அப்படியா? எந்த ஊர்? இங்கே தான் மனுஷன். அதான்டா நீங்களாம் கீழே வை. അടിപൊളി സൂപ്പർ. ചെറിയൊരു ഗ്യാപ്പുള്ളൂ ഇതിലെ പോവാൻ. പുറത്തെന്തൊരു ഷർട്ട് കുറച്ചൊക്കെ. ഇത് ഹൈവേയുടെ വക്കിൽ തന്നെയാണ്. ഹൈവേയിൽ നിന്ന് വെറൊരു 50-100 മീറ്റർ തികച്ചും ഒരു എന്താ പറയുക
ചെങ്ങന്മാരെ ഈ തിരുച്ചിറപ്പള്ളി തിരുച്ചിയിലേ ഒരു മാർക്കറ്റ് ഉണ്ട്, ഗാന്ധി മാർക്കറ്റ് എന്നാ പേര്. അത് കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ എങ്കിൽ ഇന്ന് വേറെ പ്രത്യേകത, ഇന്ന് ഇവിടെ ഒഴിവാ, കാരണം ഇന്നൊരു ഞായറാഴ്ചയാണ്. ഒഴിവ് പറഞ്ഞാൽ ഇവിടെയൊക്കെ കടകളടവാ. പക്ഷേ എങ്കിൽ നമ്മൾ ഇന്നലെ ഇതിൽ വന്നപ്പോൾ ഇടാ ഇമാതിരി ബ്ലോക്ക് ആയിരുന്നല്ലേ, ഇതിലൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. വിജയ് ആ ഗൈസ്, ഇവിടെ ഒരു റോക്ക് ഫോർട്ടാണ് സംഭവമുണ്ട്. കോവിൽ ഇതാണ് അത്, റോക്ക് ഫോർട്ട് വിനായകർ കോവിൽ. അപ്പോൾ അതെന്താ ചോദിക്കാൻ വേണ്ടി അവിടെ ഭയങ്കര ഓണാണ്. അവിടെ എന്താ ചോദിക്കാൻ വേണ്ടി മൂപ്പരോട് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞു തരാം. തീർന്നേ ഞാൻ മാർക്കറ്റ് പോയിട്ട് വരാം, பார்க்கலாம். മൂപ്പര് കുറച്ച് കടലേ തന്നോട്ടോ, ഞങ്ങൾ നിന്ന് അത് കാണിച്ചു തരാൻ പറ്റില്ല. വണ്ടി വെക്ക്. മാർക്കറ്റിൻ്റെ ഉള്ളിൽ അറിയണതാണ്, അതാണ് നമ്മളെ എൻട്രൻസ് മാർക്കറ്റിലേക്കുള്ള. ഇവിടെ പച്ചക്കറി തന്നെയാണ് തോന്നുന്നു മെയിനായിട്ട്. രണ്ട് സൈഡ് നന്നായിട്ട് നോക്കണം. ഈ സാധനമാണ് അധികം കയറി വരിക. മെയിനായിട്ട് പച്ചക്കറി തന്നെയാണ് അല്ലേ. ഉള്ളി, വെളുത്തുള്ളി. നമുക്ക് നാളെ കുറച്ച് ചിക്കൻ എന്തെങ്കിലും വെക്കണമെങ്കിൽ നമുക്ക് ഇഞ്ചി ഇടാം. ചക്ക ഉണ്ടോ? ചക്ക നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് ചക്കയാണ് കിടക്കണത്. അവിടെ ചായ ഉണ്ടല്ലോ. ഓ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുറേ ഒഴിവാണ്. ഞായറാഴ്ച ആണെങ്കിൽ പോലും കുറേ ഒഴിവാണ്. എന്നാലും ഏറെ കുറേയൊക്കെ ഉണ്ട്. ഇന്നലെ അതിനും കണ്ട് കുറേ ആളുകളുണ്ട്. ഇന്നും ആളൊക്കെ ഉണ്ട് ഇവിടെ. ഫുള്ളും പച്ചക്കറിയാണ്. ഉള്ളിലേക്ക് 30 റുപ്യ കൊണ്ട് ഇവരെ നമ്മൾ സാധനം വാങ്ങണല്ലോ. അപ്പോൾ ഒരു വില പറയാൻ ഒരു ചെറിയൊരു മടിയുണ്ട് അല്ലേ. വെണ്ടയ്ക്ക കിലോ 20 റുപ്യ. അങ്ങനെ വിളിച്ച് പറയുകയാണെങ്കിൽ സാറാവും. இந்த கடையில் 2 பேர் படுத்து கிடக்குறாங்க பாருங்க. வியாபாரிங்க ஹாய், இது எங்கள் ஷாப்புண்ணே? தனுஷ் உங்கள் ஷாப்பா? நம்ம ஷாப். எவ்வளோ இது ரைட்டு? 60. இது 80. 120. 220. 200. அது 220. இது 70 ரூபா. 70 ரூபா. அது 100 ரூபா. அது 120. புடலங்காய். பால் முள்ளங்கி. முருங்கைக்காய். முருங்கைக்காய் எவ்வளோ? முருங்கைக்காய் 500 ரூபா. முருங்கைக்காய் சூப்பரா இருக்கு. உங்க பேர் என்ன? தனுஷ். ஏன்னா டாட்டூ எல்லாம் போட்டிருக்கு. லவ்வா என்ன ப்ரோ? அது போதில பைலுக குத்து விட்டது. நான் எடுக்கிறேன் பேட்டி. உங்க பேர் என்ன? என் பேரு விஷ்ணு. வாங்க ஹாய். ஒரு ஹாய் சொல்லுங்க. கேமராவா? உன் பேர் என்னடா? கேமரா எடுத்து ஓடி வா. गाइस इवरे அந்த தனுஷ் நம்மளை காட்டி வந்து ஹீரோ இஸ் கமிங். You come man. Hey boy come. बड़ा फुल bro. இந்த ஃபுல்லா காய்கறிங்க. இந்த மார்க்கெட் ஃபுல்லா பழம், காய், பூ நிறைய இருக்கா? மீனுக்கு தேவையானது, மனுஷனுக்கு தேவையானது எல்லாமே இங்க இருக்கு. பணத்துக்கு தேவையானது கூட இருக்கு. அதாவது நமக்கு எந்த மாலை போட்டு வரவேற்கணும். செத்து போயிட்டா மாலையை போட்டு போய் பொறிக்கணும். இவரு செகண்ட் ஹீரோ. ஹாய் ப்ரோ. கேமரா அலியோ. ஆண்டன் லியோ. ஓ ஆண்டன் லியோ. Yeah bro, Leo. Okay. Hey, Leo Das. இப்போ வேணும். உங்க பேர் என்ன? ஏன் ஐயப்பன். ஓ சரி. வியாபாரம் எப்படி போகுது? கேரளா. சரி நாங்க வரேன். சபரிமலை ஐயப்பன். அதான் இங்க உட்காந்துட்டு இருக்கு, அந்த மாதிரியே உட்காந்துக்கிட்டு இருக்கு. ഇന്നത്തെ എന്താ ഇപ്പോൾ മാർക്കറ്റിനകത്ത് കയറിയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടിങ് മൈൻഡ് ഉണ്ട്. ഇനി ഇവിടെ നാട്ടി വിടാൻ അറിയില്ല. ഇവിടുത്തെ പാത്രത്തിലടക്കത് ഓരോ കിലോ തൂക്കി വെച്ചതാണ് അല്ലേ. ഇത് 1 തരുമാ. ശരി, ഇത് ഒരു പാത്രത്തിന് 30 റുപ്യാണ്. ഇവിടെ മതിച്ച കൊടുക്കണ അല്ല, തുലാസ് ഉണ്ടല്ലോ അല്ലേ. ഇതെല്ലാം 30 രൂപ. 20 രൂപ. 1.5 കിലോ 100 ആട്ടോ. മാങ്ങക്ക് 1.5 കിലോ 100. ഇത് ഒരു മാങ്ങ 1/2 കിലോ ഉണ്ട് കേട്ടോ. അത് പോന്നെ, അത് 1 കിലോ பார்த்து பாருங்க. இப்படி வந்து 1.5 கிலோ வாங்கிக்கலாம்ல 100 ரூபாய்க்கு? வேணா 2 பேர் தான் இருக்கு. 70 ரூபா சில்லறை இருக்கா? 70 റുപ്യക്കുള്ള സാധനമാണ്. ഞങ്ങളങ്ങനെ പോകുന്ന ഈ സൈഡ് പോകുന്നുണ്ട്, മെയിൻ റോഡിൽ കയറും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറുകയാണ്. മുല്ലപ്പൂവാണ് ഇതിലെ
ഫുള്ള് മുല്ലപ്പൂവാണ്. ഈ പുതിയ ഏതാ പൂവ്? ഒന്നെടുക്കുന്നു. പന്നീറാ? ആ. ഓ ഇത് ഫുള്ള് എവ്വളോ ഇത്? എഫ്ഡി വില കിലോ? 1 കിലോ 30, 1 കിലോ 20. ഇത് 30. അത് 20. ഇത് 1 കിലോ 40. സെയിം. വടേ ഇതൊക്കെ പറിക്കണതല്ലേ ഇത് കണ്ടിട്ടുള്ളൂ. പാടത്തൊക്കെ പറിക്കണേ സാധനം വെക്കണത് ഞങ്ങൾ ഇപ്പോഴാണ് ഈ മാർക്കറ്റിലാണ് കാണുന്നത്. അണ്ണാ ഇതെവളോ ഇതല്ല? 120, 80. 120. உங்கள் பேர் என்ன? பிரபு. ஜிம்முக்கு போகிறீங்களா நீங்கள்? ட்ரெயினரா? அதான் உங்கள் பாடி ஃபிட்டாக இருக்கு இல்லை? ട്രെയിനറാണ് കേട്ടോ പേര്. ഓ ശരി എന്നാ വരാം. ആ തെച്ചിപ്പൂ നമ്മളെ നാട്ടിലെ പറമ്പിലൊക്കെ കാണുന്ന തെച്ചി മന്ദാരം തുളസി. ഇതെന്താ സാധനം? കുറച്ചണ്ട കേട്ടോ. എന്താ മനസ്സിലായില്ല. മണ്ണോ? എനിക്ക് മനസ്സില്ല. ഇതന്നെ ഞങ്ങൾ കേരള. ഇതന്നെ മറു സ്മെല്ല. അതേ പോകും. ആയിക്കോട്ടെ. ഇത് എതുക്കാ യൂസ് பண்ணுறோம்? சாமிக்கு போடுறது எல்லாமே சாமிக்கு தான். இதெல்லாம் சாமிக்கு தான். பாகில வச்சிங்க பாகில. அது ஆடு முல்லைப்பூ எனக்கு பாகில். முல்லைப்பூ. താങ്ക്സ്. ഉള്ള പേരെന്നാ? റഫീഖ്. ഓ ரொம்ப നന്ദി. ഇവിടെ പൂവ് മാല കെട്ടുണ്ട്. ആ പൂവിൻ്റെ മാല ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ റിബണൊക്കെ കെട്ടിയിട്ട് ഇടയിൽ റോസാപ്പൂ പിന്നെ മറ്റാ പൂവുണ്ടല്ലോ. എന്താ എന്നെ പറഞ്ഞ ഒരു പേര് ഞാൻ മറന്നു. ഇത് മാലയാ? ആ ദർഗ. ആ അതുക്ക് മേലെ പോടുறதுக்கா? ഓ സൂപ്പർ. ആ അത് ദർഗയിലൊക്കെ നമ്മൾ കാണല്ലേ പൂവ് ഇങ്ങനെ വിരിച്ചിട്ട് അങ്ങനെ മേലെ ഇടാൻ വേണ്ടിയിട്ട് വരാണ്. ഇത് എപ്പി റേറ്റ് എങ്ങനെ റേറ്റ് എപ്പി വരുത്? இது இன்னைக்கு 500. இது ஒத்த ஒன்றா? அது நீளமாக நீளத்துக்கு. ஓ அப்படியா? 500 ரூபாய் அது. சரி 4 நீளத்துக்கு வேலை இருக்குல்ல, இதெல்லாம் கட்டி வைக்கணும். பூவுக்கு விலை இருக்குது. சரிங்க நான் வரேன். പിന്നെ ഇതേപോലെ തന്നെ മെയിൻ റോഡിൽ ഒക്കെ എത്തിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ അവിടേക്ക് വലിയ മാലകളാണ്. അവിടെ ഇതാക്കുന്ന ഗാന്ധിജിയുടെ സ്റ്റാച്ചു ഉണ്ടോ? ഗാന്ധി സ്റ്റാച്ചു. ഇതാണ് ഗാന്ധി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ചിക്കു ഉണ്ടോ? ഫ്രൂട്ട്സ്. ഇതിലെങ്ങനെ ഫ്രൂട്ട്സ്, വെറ്റില കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് മാർക്കിനകത്തുള്ളത്. നമുക്കിവിടെ വലിയ മാല കണ്ടോക്കാം. തെച്ചിയൊക്കെ കൂട്ടിയിട്ടുള്ള വലിയ മാലയാണ്. അടിപൊളി സൂപ്പറായിട്ട്. കേരള പേരനെ? കാലി. சரி. இது உங்கள் ஷாப்பா? நம்ம ஷாப். எவ்வளோ வருது? இது 400. இது 400. 600. 300. 200. ஆ ஏன் இதுக்கு 600 வருது? ரோஸ் ஆகுதா? ரோஸ். ആ ഓക്കെ. ഇത് വലിയ മാല. ഇത് അതൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ. അങ്ങനെയൊക്കെ ആവൂത് ആവൂ. എല്ലാ പാർക്കും ഇത്രയും വലിയ മാലയൊക്കെ. ഇത്രയും വലിയ മാലയൊക്കെ അടിപൊളി. ഇനി ഈ സൈഡിലേക്ക് തന്നെ വീണ്ടും അവിടെ തന്നെ മാല തന്നെയാണ്. അതേ റേറ്റ് തന്നെ ആയിരിക്കും. ഇവിടെയൊക്കെ മാല ഉണ്ടാക്കിയിട്ട് കെട്ടി വെച്ചേക്കുവാണ് ഇവർ. അതായത് ഈച്ച ഒന്ന് അറുത്ത് സാധനം കേട് വന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത്രയും മാലയൊക്കെ, ഇത്രയും പൂവ്, ഇത്രയും മാലയൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടത്തെ മാല മുടയണം. ഇത് ചിലവായി പോകണ്ടേ? മാല ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മാർക്കറ്റിൽ വന്നില്ലേ വൻ നഷ്ടമാണ് അല്ലേ? ഞങ്ങൾ ഇന്നലെ കേരളം കയറിയ മാർക്കറ്റാണ്. പക്ഷേ എങ്കിൽ നമുക്ക് ഇന്നലെ മഴ ആയതുകൊണ്ടും ബ്ലോക്ക് ആയതുകൊണ്ടും ഇരുടായതുകൊണ്ടും ഓക്കെ. ആ അതെ, രാത്രി അതാണ് മെയിൻ കാരണം. പിന്നെ അതെല്ലാം മഴ ആകെ അല്ലേ നിരപ്പാക്കി. അതുകൊണ്ട് നമ്മൾക്ക് ഇന്നലെ വരാൻ വേണ്ടി പറ്റിയില്ല. മാല പോടുവാங்க இவ்வளோ பெருசாலாம் இல்லை. இந்த மேரேஜுக்கு மட்டும் தான் அங்கே யூஸ் பண்ணுவோம். மினிஸ்டர் மாலை. മിനിസ്റ്റർക്കാ? ഇത് കുക്കുവിനൊന്ന് വാങ്ങിയിട്ട് ഒരു ദിവസം ഇട്ട് കൊടുക്കണം വെച്ചാൽ മിനിസ്റ്റർ അല്ലാതെ കുക്കുവിനോട് ഞങ്ങൾ മറ്റേ ശ്രീനിവാസൻ ഇട്ട് കൊടുക്കൂലേ? ശ്രീനിവാസൻ ഇതിങ്ങനെ കഴുത്ത് കിട്ടാ പോക്ക് ഇങ്ങനെ പോകും. അണ്ണേ
ഏതായാലും ഞങ്ങൾ ഇവിടെ ഇവര് നല്ല സപ്പോർട്ടിമായിട്ടുള്ള ആളുകളാട്ടോ. அது மேரேஜ் மலை, இது கோயில் மலை, அது மினிஸ்டர் மலை. ഇതൊക്കെ എവിടെ വരുത് இந்த மேரேஜ் மலைக்கு? 5000 ഇത് ഒരു സെറ്റ് താനേ കൊടുക്കുവേ? ஒன்னு 5000 10 ரூபா. ഓ, രണ്ടെണ്ണത്തിന് 10000. ഇത് ഭയങ്കരമാണല്ലോ. ഇവിടെ ഈ മാലക്കച്ചവടം ചെയ്താൽ മതിട്ടോ. ഉണ്ടാക്കാനും വെക്കണം ഇപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമില്ലേ. ശരിന്നാ വരെ എന്താ മിനിസ്റ്റർ മാലയ്ക്ക് എവിടെ? 2000. 2000 എന്തിനാ വെറുതെ മന്ത്രിന്റെ കാത്തിരുന്ന് ഇട്ട് കൊടുക്കണത്? പക്ഷെ അതിന് പണിയുണ്ട്. നല്ല തിക്നെസ് ആയിട്ട് ഫുള്ള് റോസാണ്. ഇത് എവിടെ വെയിറ്റ് എടുക്കും? 7 கிலோ. 7 കിലോ. അത് 7 കിലോ ഉണ്ടാവട്ടെ ഈ ഒരു മാല എന്ന് പറയുന്നത്. ഓ, ரோஸ் 10 கிலோ ரோஸ் கொடுத்தான். அதுல ஒரு 3 கிலோ ரோஸ். 5 கிலோ வரும் அது. ഇത് വേറെ സംഭവം കേട്ടോ. அது ஜடப்பட்டை. ജടൈപ്പട്ടൈ. ஜடைப்பட்டை. പൊണ്ണുക്ക് വെക്കരുത്. ആ, பேக்ரவுண்ட் അതായത് എനിക്ക് മനസ്സിലായോ? ഇവിടെ തല ഇതുകൂടി ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇതെന്താ മനസ്സിലായോ? അപ്പം നമ്മൾ തമിഴിൽ സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായല്ലേ, കല്യാണ പെണ്ണിന് ഇവിടുന്ന് ഇങ്ങനെ മുല്ലപ്പൂതിൽ ഇങ്ങനെ ഇറങ്ങി വന്നു. അതാണ് ജടൈപ്പട്ട എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പം എനക്കും മനസ്സിലായല്ലേ, ജടൈപ്പട്ട നിർമ്മിക്കണ ഏട്ടനാണ്. നമുക്ക് പേരാണ് என் பேர் பாபுஜி. ബാബുജി. ബാബുജി സൂപ്പർ. நீங்கள் கேரளாவிலே கொண்டு போய் காட்டும் இது. ഞങ്ങൾ കേരളയിൽ കൊണ്ടുപോയി കോട്ടെ. காட்டும். கேரளா எங்க? കേരള മലപ്പുറം. மலப்பார். மலப்புறம். மலப்பார். മലപ്പുറം. மலப்புறம். അതിന് മാത്രം മാല ആരാടാ കൊണ്ടുപോകുന്നത്? ഞാൻ അത് ആലോചിക്കണേ. കാരണം ഇവിടെ ഈ കിടക്കുന്ന കടകളിലൊക്കെ ഒരു മാലയാണ് ഉണ്ടാക്കുന്നത്. അല്ലേ, പച്ചക്കറിയൊക്കെ ഫ്രൂട്ട്സും ഒക്കെ. ഇത്രയും മാലക്കാട്ടൊരു ഏരിയ മാറ്റി വെച്ചേക്കാണ്. അടുത്തൊരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ പിന്നെ കുറേ പലചരക്ക് സാധനങ്ങളൊക്കെയാണ്. ആ, കടലിൽ എന്തെങ്കിലും വാടാ നമുക്ക്. ഇനി നമ്മൾ പോകുന്നത് വീണ്ടും ഈ ഒരു വഴിക്കാണ്. ഇതുവഴി പച്ചക്കറി ആയിരിക്കാം. എന്തായാലും പോയി നോക്കട്ടെ. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കും അല്ലേ. ഇനി മാർക്കറ്റ് കയറിയില്ല വൻ നഷ്ടമോടെ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു നിർത്തിയൊരു സ്ഥലമാണിത്. ഈ മാർക്കറ്റ് കയറിയില്ലെങ്കിൽ വൻ നഷ്ടമായിരിക്കും ഞങ്ങൾക്ക്. ഇന്നലെ ഞായറാഴ്ച ആൾക്കാർ കമ്മിയാണ് ഇവിടെയൊക്കെ. ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങളുടെ ഈ മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇവിടെ ആളുകൾ കുറവാണ്. ഇവിടെ പല കച്ചവടക്കാരും അതായത് ക്ഷീണിക്കുവാണ് ഇവർ. നല്ല രീതിയിൽ കച്ചവടം ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇത്രത്. ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ കച്ചവടം? ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ വാങ്ങിയത് ആകെ 2 മാങ്ങ. 3 മാങ്ങ. അയാൾ 3 തന്നു. ഞങ്ങൾ വാങ്ങിയത് ആകെ 3 മാങ്ങ. ഇനി ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഇവിടെ ഒരു റോക്ക് ഫോർട്ട് ഉണ്ട്. ആ ഭാഗത്തേക്ക് പോയി നോക്കട്ടെ. അവിടെ റൂം കിട്ടുക, റൂമല്ല, നമുക്ക് തങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ നിൽക്കാം, ഇല്ലാണെങ്കിൽ വേറെ എവിടെ നിൽക്കും. അതിലങ്ങോട്ടാണ് പോവുക. ഞങ്ങൾ നാളത്തെ ദിവസം കൂടി ഇവിടെ ഈ തൃശ്ശി ഭാഗത്തൂടെ ഉണ്ടാവും കേട്ടോ. നമ്മളുടെ വണ്ടി ഉണ്ട് ആ സൈഡ് കിടക്കണ്. അപ്പോൾ അങ്ങനെ നോക്കണം, റോഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ എന്തൊക്കെ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, അതെ, ഷെയർ ചെയ്യും വേണം. അപ്പോൾ പറഞ്ഞ പോലെ എന്നൊക്കെ ചെയ്യും. ഞങ്ങൾ അവിടെ എത്തട്ടെ. അയ്യോ ചെങ്ങന്മാരെ, ഞങ്ങളിപ്പോഴും മാർക്കറ്റിൻ്റെ സൈഡ് തന്നെയാണ്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ പ്ലേ ചെയ്യിപ്പിക്കാം. അതായത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണല്ലോ. അതായത് ഇവിടെ എന്തൊരു ഉത്സവത്തിൻ്റെ ഭാഗമാണല്ലേ. ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലൊരു ഘോഷയാത്ര ഇപ്പോൾ പോയി. ആ ഘോഷയാത്രയിൽ 3-4 പേര് നല്ല കൊട്ടും മേളവും പാട്ടും എന്താ പറയുക, നല്ല കൊട്ടാണ്. കൊട്ടെന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്നുണ്ട്, നല്ല കൊട്ടും കൊട്ടുന്നത്, ചേപ്പിയൊക്കെ പൊട്ടണ അതിലെ കൊട്ടാണ്. ആ കൊട്ടും അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിലൊരു 3-4 പേര് ഓരോരോ ടീമായിട്ടാണ്. 3-4 പേര് ശൂലം കുത്തിയിട്ട്, അതായത് ഇതിലിങ്ങനെ ശൂലം കുത്തി ഇതിലെ കയറ്റിയിട്ട് വലിയൊരു ലോഡായിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ. ഇപ്പം ഞാൻ കഥ ഇപ്പോൾ പറഞ്ഞു തരുന്നത് വെച്ചാൽ അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് കേൾക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാനത് പറഞ്ഞു തരുന്നത്. ഇനി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു ഐഡിയ വരുത്തി, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കി. അതായത് ശൂലം കുത്തി ഞങ്ങളത് കുറേ നേരം നോക്കി. അത്ഭുതം നമുക്കിത് കാണുമ്പോൾ. ഞങ്ങൾ ആദ്യമായിട്ടാണ് തമിഴ്നാട് ഇത്രയും കറങ്ങിയിട്ട് ഒറ്റൊന്നാണ് തിരക്കുള്ള. അതെ, ഒരു എന്താ മയിലിൻ്റെ പീല് പോലെ ഇഷ്ടം പോലെ കുത്തിയുണ്ട്. എന്തായാലും അത് കണ്ടു നോക്കി.
ഞങ്ങൾ പെട്ടു ഇല്ലണ്ണേ മക്കളെ ഞങ്ങൾ ഇന്ന് സ്റ്റേ അടിക്കുന്നത് ഇതാ ഈ പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ നമ്മളുടെ വണ്ടി നിർത്തിയിട്ടുള്ളതാണ്ടോ, ഇവിടെയാണ് നമ്മൾ നിൽക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരുപാട് ചെക്കന്മാരുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കണ്ടങ്ങൾ മേലെ, അത് കണ്ടു പോകുന്നതാണ്. ഇവിടെ പാർക്കിംഗ് കിട്ടണമെങ്കിൽ മിക്കവാറും ക്ഷേത്രങ്ങളിൽ നമുക്ക് പാർക്കിംഗ് കിട്ടുള്ളൂ, ഒരു മെയിൻ കാര്യമാണ്. അപ്പോൾ ഇന്ന് ആ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരും വഴി ഇവിടെ അടുത്ത എവിടെ ക്ഷേത്രം നോക്കിയപ്പോൾ കണ്ട ക്ഷേത്രമാണ്. ഉங்கள் பேர் சரவணா. என்ன பண்ணுறீங்க? ஒர்க் பண்ணிட்டு என்ன ஒர்க்? ப்ரெஸ் ஃப்ளெக்ஸு போஸ்டர். அப்படியா? ராஜு என்ன பண்ணுற? ஸ்கூல் படிக்கிறேன். எத்தனை கிளாஸ்? 11th. சூப்பர். பேர் என்ன? ராகுல். என்ன பண்ணுற? டிப்ளமோ கோர்ஸா? ஓ சூப்பர். நீங்கள்? தினேஷ். நானும் டிப்ளமோ சிவில் இன்ஜினியர் படிக்கிறேன். சிவில் இன்ஜினியர். ஓகே, நல்லா படிங்க. பாடி பில்டர், அதை அவர் பார்த்தாலே தெரியுது, நல்லா வரும். கூட நாங்களும் ஆட்டோவில் வந்துட்டுமா? வாங்க, நீங்கள் ஆட்டோ இருக்கு இருந்தால் எடுத்துட்டு வா, ஊர் சுற்றி பார்த்து வரேன். நம்ம சுற்றி பார்த்துருவோம். பொழப்புன்னா எங்களுக்கும் பொழப்பு இருக்குடா. என்ன நீங்கள் இப்படியே சுற்றி பழகிட்டீங்க, நாங்கள் പഴകല. എന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് ഇവരുടെ വൈൻഡപ്പ് ചെയ്യാണ്. നവീൻ ഓക്കെ ബൈ.